എനിക്ക് ഡോക്ടറാവണം. എൻ്റെ നാട്ടിൽ ഇന്നേ വരെ ഡോക്ടർ ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരു ഡോക്ടറായിട്ട് ഇനി എൻ്റെ നാട്ടിൽ ചെല്ലണം. എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് സന്തോഷിക്കണം. എൻ്റെ അനിയത്തി ഇനി സ്കൂളിലേക്ക് പോകുമ്പോൾ ഡോക്ടറുടെ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് പോകണം. അങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. വീട്ടിൽ വന്ന സമയത്തെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നൈബേഴ്സൊക്കെ ആയാലും എല്ലാവരും ഒക്കെ അവൾ പോയി പഠിച്ചിട്ട് വന്നേക്കാണ്, അവളെ കൊണ്ട് പറ്റുമെന്ന് അറിയണമല്ലോ, അന്നേ പറഞ്ഞതല്ലേ കിട്ടത്തില്ല, അങ്ങനെയൊക്കെ അവരൊരു രീതിയിലായിരുന്നു. എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കരഞ്ഞുകൊണ്ടൊന്നും ഒരേ ഒരു കുട്ടി ഞാനായിരുന്നു. ഞാൻ അമ്മയോട് ഒന്ന് പറഞ്ഞു, അമ്മ എക്സാം ഭയങ്കര ടഫായിരുന്നു, കുറേ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ നോക്കിയപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന കുട്ടികളാരും അങ്ങനെ വിഷമമൊന്നുമില്ല. ഞാൻ കരുതി എനിക്ക് മാത്രമായിരിക്കും എക്സാം ഭയങ്കര ടഫ് എന്നൊക്കെ കരുതി. അപ്പോൾ തന്നെ ഡാനി സാർ ഫോൺ വിളിച്ചു, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. സാറിനോട് പറഞ്ഞു ഇതുപോലെ എക്സാം ഭയങ്കര ടഫായിരുന്നു, എഴുതി കഴിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. സാറ് പറഞ്ഞു ആദ്യത്തെ ഒരു റൗണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു. അപ്പോൾ തൊട്ട് സാറ് ആ പറഞ്ഞ ഒരു വേർഡായിരുന്നു ആ സമയം അങ്ങ് തളർന്നു പോകാതെ നമ്മളെ പിടിച്ചു നിർത്തിയത്. ബ്രില്യൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രില്യൻ്റ് ഇല്ലെങ്കിൽ എനിക്കൊരിക്കലും ഡോക്ടറാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഡോക്ടറാകണമെന്നുള്ള എൻ്റെ സ്വപ്നത്തിന് ചിറകുകൾ നൽകിയത് ബ്രില്യൻ്റാണ്. എൻ്റെ സ്വപ്നം ഒന്നും വേണ്ട എന്നോ അത് ശരിയല്ലെന്നോ ഒരിക്കലും എൻ്റെ പാരൻസ് പറഞ്ഞിട്ടില്ല. ഞാൻ എന്തു പറഞ്ഞാലും അതിനൊക്കെ സപ്പോർട്ടായിട്ട് മാത്രമേ എൻ്റെ പാരൻസ് നിന്നിട്ടുള്ളൂ. എനിക്കൊരു ഡോക്ടറാവണമെന്നുള്ള എൻ്റെ സ്വപ്നം ഒരിക്കലും നടക്കില്ല എന്ന് പലരും പറഞ്ഞ കാര്യം എനിക്ക് നേടിയെടുക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആ സ്വപ്നം നേടിയെടുക്കാൻ ഇന്ന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ബ്രില്യൻറ്റിനോടും ഈശ്വരനോടും ഒക്കെ ഒരുപാട്. എൻ്റെ പേര് ആർച്ച. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് പെരുപ്പങ്കോട് എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് വരുന്നു. ഇക്കഴിഞ്ഞ നീറ്റ് പരീക്ഷ ചരിത്രത്തിലെ ഏറ്റവും കഠിനമേറിയ നീറ്റ് പരീക്ഷയിൽ എനിക്ക് വിജയിക്കാൻ സാധിച്ചു. എൻ്റെ സ്കോർ 570 ആയിരുന്നു. ഇങ്ങനെയൊരു വിജയം എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ വലിയൊരു കഥയുണ്ട്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ കൂലിപ്പണി ചെയ്യുന്നു, അമ്മ ഹൗസ് വൈഫാണ്. എനിക്കൊരു അനിയത്തിയുണ്ട്. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ പഠിച്ചത് ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറിയ ഗവൺമെൻറ് സ്കൂളിലാണ്. ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ, ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കന്യാകുളങ്ങര. എൻ്റെ സ്വപ്നങ്ങളുടെ ആദ്യ പടി ആരംഭിച്ച സ്കൂൾ. കോവിഡ് വന്ന ആ ടൈമിലായിരുന്നു ഞാൻ ഒരുപാട് ഇങ്ങനെ ഡ്രീംസിനെയൊക്കെ കുറിച്ച് ഞങ്ങൾക്കൊരു അസൈൻമെൻ്റ് എഴുതാൻ വന്നു. അങ്ങനെ വന്നപ്പോൾ എന്ത് ഒരു ഡ്രീം എഴുതണം എന്നൊരു തീരുമാനമൊന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ വാർത്തകളിലൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരുന്ന ഈ ഡോക്ടേഴ്സിനെ കുറിച്ചാണ്. അങ്ങനെ ഇന്ന് ഒരു സ്വപ്നം, ഡോക്ടർ എന്ന് പറയുന്ന ഒരു സ്വപ്നം എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. നമുക്ക് നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്തണമെന്ന് പാരൻസായി ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും മോള് ഒരു ഡോക്ടർ എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്താൻ നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. വലിയ വലിയ ആൾക്കാരൊക്കെ ഡോക്ടറാവുന്നു, നമ്മളൊക്കെ ഡോക്ടർ എന്ന് പറഞ്ഞ സ്വപ്നം കണ്ടാൽ അത് നേടിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ലായിരുന്നു. എൻ്റെ പാരൻസ്, എൻ്റെ വീട്ടിലെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനൊക്കെ അത് പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. എങ്കിലും മനസ്സിലെന്തോ ഒരു വലിയ സ്വപ്നമായിട്ട് ഡോക്ടർ എന്ന സ്വപ്നം അവിടെ അവശേഷിച്ചു. പിന്നെ 10 കഴിഞ്ഞും +2 ഏത് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കണമെന്നപ്പം സയൻസിനോട് വല്ലാത്തൊരു ഇഷ്ടം അന്നേ ഉള്ളായിരുന്നുകൊണ്ട് തന്നെ +2 സയൻസ് സ്ട്രീം എടുത്ത് പഠിക്കാൻ തുടങ്ങി. അന്ന് ഞങ്ങളെ കെമിസ്ട്രി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഷൈൻ ടീച്ചർ എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ടീച്ചറാണ് എന്നോട് പറയുന്നത്, ബ്രില്യൻറ്റിൽ നമുക്കൊരു ട്യൂഷൻ ക്ലാസ്സിന് അല്ലെങ്കിൽ ലോങ് ടേമിന് ചേർന്നാലോ എന്ന് പറയുന്നത്. ബ്രില്യൻറ്റ് പഠിക്കണമെന്നും ഡോക്ടർ ആവണമെന്നൊക്കെ സ്വപ്നം ഉണ്ടെങ്കിലും എന്തോ ഒരു പേടി വല്ലാതെ പിന്നോട്ട് വലിക്കാൻ തുടങ്ങി. പിന്നെ ടീച്ചറും പാരൻസും ഒക്കെ നിർബന്ധിച്ച് സെക്കൻഡ് ഇയറിൽ ഒരു പകുതി വെച്ച് ഞാൻ ലോങ് ടേം കോഴ്സിന് ചേരുമായിരുന്നു. ലോങ് ടേം കോഴ്സിന് ചേർന്നു. പിന്നെ ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു. അപ്പോൾ പകുതി എത്തിയായിരുന്നു. പിന്നെ ഒരുപാട് പെൻഡിങ് ഉണ്ടായിരുന്നു ക്ലാസ്സസൊക്കെ. അതൊക്കെ കാണുമ്പോഴും എക്സാം എഴുതുമ്പോഴൊക്കെ ആദ്യമൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നിയെങ്കിലും പിന്നെ വല്ലാത്തൊരു പേടി വരാൻ തുടങ്ങി.
അന്ന് +2ൻ്റെ കൂടെ നീറ്റ് എഴുതിയപ്പോഴേക്കും എക്സാം ഹാളിലേക്ക് ചെന്നപ്പോൾ തന്നെ എനിക്ക് വലിയ പേടിയായിരുന്നു. കാര്യം ഞാൻ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള പോലെയൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ ഓൺലൈനായിട്ട് എക്സാം എഴുതിയിട്ടുള്ളതല്ല, അത് ഓഫ്ലൈൻ ആയിട്ട് എക്സാം എഴുതി അങ്ങ് ശീലിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് OMR എഴുതുന്നു, അറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ ബബിൾ ചെയ്ത് പോകാൻ തുടങ്ങി. അങ്ങനെ എഴുതി എക്സാം കഴിഞ്ഞപ്പോഴും വലിയ പ്രതീക്ഷയൊന്നുമില്ല. അമ്മ എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുമായിരുന്നു. നമുക്ക് ഈ വർഷം തന്നെ കിട്ടും, നല്ലപോലെ ട്രൈ ചെയ്യും. എൻ്റെ കെമിസ്ട്രി ടീച്ചർ ഷൈൻ ടീച്ചർ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഈ മോഡൽ എക്സാമിൻ്റെയൊക്കെ മാർക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഈ വർഷം തന്നെ എന്നൊക്കെ. പക്ഷേ എനിക്കെന്തോ ഒരു വിശ്വാസമില്ലായിരുന്നു. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോഴും എനിക്ക് 568 മാർക്കായിരുന്നു. അപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു നിരാശയൊക്കെ തോന്നി. കുറച്ചുകൂടി ട്രൈ ചെയ്തെങ്കിൽ കിട്ടിയേനെ എന്നൊക്കെ. പിന്നെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ റിപ്പീറ്റ് ചെയ്യണമെന്നായിരുന്നു മനസ്സിൽ. കാരണം എനിക്ക് ഡോക്ടർ വന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കന്യാകുളങ്ങര ഗവൺമെൻറ് HSS ഫോർ ഗേൾസിലെ പ്രിൻസിപ്പലാണ് ഞാൻ. എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അർച്ച BS. 2023-24 അക്കാദമിക വർഷത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മികവാർന്ന, നമുക്കൊക്കെ ഏറെ അഭിമാനിക്കാവുന്ന ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഏറെ ആഹ്ലാദിക്കുന്ന ഒരു വിജയമായിരുന്നു. കാരണം ആ വർഷം സയൻസ് ബാച്ചിൽ 1199 നേടിയ മിടുക്കി കുട്ടി ആർച്ച BS ആയിരുന്നു. ഒരു പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട, മന്ത്രിമാർ വരെ ഉൾപ്പെടെ ഉള്ളവർ വന്ന് അഭിനന്ദിച്ച ഒരു സുന്ദര നിമിഷമായിരുന്നു അത്. ഫിനാൻഷ്യലി ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആർച്ചയുടെ അച്ഛൻ എന്ന് പറയുന്നത് നമ്മൾ കൂലിപ്പണിയായിരുന്നു. കാര്യം ഒരു ദിവസം കൊണ്ടുവരുന്ന വരുമാനം വെച്ച് തന്നെയാണ് നമ്മൾ ജീവിതങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. കാര്യം 2 പെൺകുട്ടികളാണ്, പഠിപ്പിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രം സെൻട്രലിലെ ഡാനി സാറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ലോങ് ടേമിൽ തന്നെ അഡ്മിഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ലോങ് ടേമിൽ തന്നെ നല്ല ഫീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സാറ് തന്നെയാണ് നമുക്ക് ഫീ കൺസെഷനോടൊക്കെ തന്നെയാണ് ലോങ് ടേമിൽ തന്നെ പഠിക്കാൻ പറ്റിയത്. സാർ ടീച്ചറിനോട് പറഞ്ഞു, ഇതുപോലെ ഞങ്ങളുടെ ഡയറക്ടർ സെബാസ്റ്റ്യൻ സാറുണ്ട്, സാറിനോടൊന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ സാറിനോട് വിളിച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ച ഹോസ്റ്റൽ ഫീലൊക്കെ ചെറിയൊരു ഇളവ് എന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചത്. അപ്പോൾ മന്ത്ലി 9,000 അങ്ങനെയൊന്നും ഫീസ് അടയ്ക്കാനൊന്നും ഞങ്ങളെ വീട്ടിൽ സാമ്പത്തികമൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ച് ഫീസ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടൊരു ഫീ കൺസെഷൻ അങ്ങനെ പ്രതീക്ഷിച്ച്. അപ്പോൾ സാറ് വിളിച്ച് ഞങ്ങളോട് പറഞ്ഞത്, ഒരു ഫീയും തരണ്ട, നേരെ പാലായി പോയോ, നന്നായിട്ട് അങ്ങ് പഠിച്ചാൽ മതി എന്ന് മാത്രമേ സാറ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അമ്മയ്ക്കായാലും എനിക്കായാലും ഞങ്ങളത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അവിടെ ചെന്നു ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആശംസ എന്ന് പറയുന്ന മിസ്സായിരുന്നു. അപ്പോൾ മിസ്സ് ആദ്യം തന്നെ നല്ല നമുക്കെപ്പോഴും സപ്പോർട്ടീവ് ആയിരിക്കും എന്നൊരു തോന്നൽ മിസ്സിനെ കാണുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് വല്ലാത്ത ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു പേടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെറുതായിട്ട് അങ്ങ് മാറാൻ തുടങ്ങി. ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ലായിരുന്നു. ഞാൻ ലോങ് ടേമിൽ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന 10,000 സ്റ്റുഡൻസ് അവിടെ റെസിഡൻഷ്യലായിട്ടൊക്കെ നിന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചാലും അവരുടെ ഒന്നും അയലത്ത് പോലും എത്തത്തില്ല എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എല്ലാവരും ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് പഠിക്കുന്നതുകൊണ്ട് നമ്മളെ സാഹചര്യത്തിന് പറ്റുമെന്നുള്ളത് നമുക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ സാറും ഒക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നതുകൊണ്ട് നമ്മൾ ചേർക്കാമെന്ന് കരുതി. അപ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൾ ആ സാഹചര്യത്തിനകത്ത് പഠിച്ച് വരുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ എക്സാം കഴിയുമ്പോഴേ നല്ല കോൺഫിഡൻസ് ആയി, എന്നെക്കൊണ്ട് പറ്റും എന്നൊരു തോന്നലുണ്ടാക്കിയ ഞങ്ങളുടെ ആദ്യത്തെ വീക്ക്ലി എക്സാം കഴിഞ്ഞപ്പോഴാണ്. അന്ന് എനിക്ക് ഫുൾ സ്കോർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയ ആ എക്സാം കഴിയുന്നതോടെയാണ്. അതിനുശേഷം ഈ പേടി എന്ന് പറയുന്ന സാധനം പിന്നെ അധികം എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടേ ഇല്ല. എൻ്റെ മനസ്സിൽ ഒരേ ഒരു ഡ്രീം മാത്രമേ ഉള്ളായിരുന്നു, എനിക്ക് ഡോക്ടറാവണം. എൻ്റെ നാട്ടിൽ ഇന്നേ വരെ ഡോക്ടർ ഉണ്ടായിട്ടില്ല, എനിക്ക് ഒരു ഡോക്ടറായിട്ട് ഇനി എൻ്റെ നാട്ടിൽ ചെല്ലണം. എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് സന്തോഷിക്കണം. എൻ്റെ അനിയത്തി ഇനി സ്കൂളിലേക്ക് പോകുമ്പം ഡോക്ടറുടെ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് പോകണം. അങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ എപ്പോഴും വിളിച്ച് എൻ്റെ കൂടെ സംസാരിക്കാതിരുന്നു. അപ്പോൾ ടീച്ചറൊക്കെ എല്ലാ ടീച്ചേഴ്സും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഒരുപാട് സന്തോഷത്തോടെ പറയണം, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് എന്നൊക്കെ പറയണം. അങ്ങനെയുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ.
ഞാൻ പാരൻസുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. എന്ന് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയുമായിരുന്നു. അപ്പോൾ എന്തൊക്കെ ഞാൻ എപ്പോഴും കരങ്ങിട്ടായിരിക്കും സംസാരിക്കുന്നത്. അമ്മ ഇങ്ങനെ ഒരുപാട് മാർക്കൊക്കെ ചിലപ്പോൾ കുറഞ്ഞു പോയാൽ അങ്ങനെ കുറഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോൾ നീ അതൊന്നും ശ്രദ്ധിക്കണ്ട, പഠിച്ചു, നിന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു സപ്പോർട്ട് അമ്മ എപ്പോഴും തന്നിട്ടുണ്ട്. ലാസ്റ്റ് മോഡൽ എക്സാമിൻ്റെ ഒക്കെ ടൈമിലെത്തിയപ്പോഴാണ് സത്യത്തിൽ നീറ്റ് എന്ന് പറയുന്ന എക്സാമിൻ്റെ ആ റിയൽ ലെവൽ മനസ്സിലാവാൻ തുടങ്ങിയത്. പിന്നെ ലാസ്റ്റ് മോഡൽ എക്സാമിൻ്റെ ടൈമിൽ ഡാനി സാറും സെബാസ്റ്റ്യൻ സാറും ഒക്കെ ഇവൻ പേഴ്സണലായിട്ട് വിളിച്ചു പോലും എങ്ങനെയുണ്ട്, മാർക്കൊക്കെ എങ്ങനെയുണ്ട്, എങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ ആശംസ എല്ലാ എക്സാം കഴിയുമ്പോഴേക്കും ഞാൻ ടീച്ചറെ പോയി കാണുമായിരുന്നു. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പേളിലായിരുന്നു ടീച്ചർ. അപ്പോൾ ഞാൻ ഒന്നുകിൽ ടീച്ചറെ പോയി കാണുക, അല്ലെങ്കിൽ എപ്പോൾ വിളിച്ചാലും ടീച്ചർ കൂടെ വന്ന് ഞാൻ എപ്പോഴും കരങ്ങി ടീച്ചറിനോട് സംസാരിക്കും. ടീച്ചർ ഇതുപോലെ എക്സാം ഭയങ്കര ടഫായിരുന്നു, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്നു, ഇനി ഇവിടെ നിന്ന് എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ കരങ്ങി പറഞ്ഞിട്ടുണ്ട് ടീച്ചറിനോട്. അപ്പോൾ ടീച്ചർ ഒരുപാട് സപ്പോർട്ടീവായിട്ട് നിന്നുകൊണ്ട് പറ്റും, അങ്ങനെ എൻ്റെ മൈൻഡിൻ്റെ പ്രോബ്ലമാണ്, നമ്മൾ മൈൻഡ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിന്നാൽ നമ്മളെ കൊണ്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ടീച്ചറെ മോട്ടിവേറ്റ് ചെയ്ത് എന്നെ ഷേപ്പ് ചെയ്ത് അങ്ങ് എടുത്തു. ടീച്ചർ എന്നെ മുമ്പ് പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ ഇതുപോലെ പറയുമായിരുന്നു, എങ്ങനെയുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനം ആവാനുള്ളതാണ് എങ്ങനെയൊക്കെ. അങ്ങനെ മോഡൽ എക്സാമിൻ്റെയൊക്കെ ടൈം എത്തിയപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് വീട്ടിൽ വന്നിട്ടായിരുന്നു, ലാസ്റ്റ് ഒരു 4 ദിവസം മുമ്പ് വീട്ടിൽ വന്നായിരുന്നു ഞാൻ ഇവിടെ നിന്നാണ് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എക്സാം അത്ര ടഫൊന്നും ആയിരിക്കത്തില്ല, ഒരു മീഡിയം ലെവൽ എക്സാമൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ പോയത്. വീട്ടിൽ വന്ന സമയത്തെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നൈബേഴ്സൊക്കെ ആയാലും എല്ലാവരും ഒക്കെ അവൾ പോയി പഠിച്ചിട്ട് വന്നേക്കാണ്, അവളെ കൊണ്ട് പറ്റുമെന്ന് അറിയണമല്ലോ, അന്നേ പറഞ്ഞതല്ലേ കിട്ടത്തില്ല, അങ്ങനെയൊക്കെ അവരൊരു രീതിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി എങ്കിൽ അതൊന്ന് വാങ്ങി കാണിച്ചു കൊടുക്കണമല്ലോ, അങ്ങനെ ഒരു വാശിയായി. നമ്മുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായി നല്ല ടഫായിട്ടുള്ള എക്സാമാണ്, മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ കരുതി എഴുതാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാൻ തുടങ്ങി. നമ്മൾ വീട്ടിലെ കാര്യങ്ങളും ഇവർ പറഞ്ഞ കാര്യങ്ങളും ടീച്ചേഴ്സിൻ്റെ മുഖം അമ്മയുടെ മുഖം ഒക്കെ വരാൻ തുടങ്ങി. ഒരുപാട് പകുതി മനസ്സിങ്ങനെ ഭയങ്കര ഫ്ലോപ്പായി പോയെങ്കിലും പിന്നെ അത് ഞാൻ റീഗെയിൻ ചെയ്ത് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കരഞ്ഞുകൊണ്ടൊന്നും ഒരേ ഒരു കുട്ടി ഞാനായിരുന്നു. ഞാൻ അമ്മയോട് ഒന്ന് പറഞ്ഞു, അമ്മ എക്സാം ഭയങ്കര ടഫായിരുന്നു, കുറേ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ നോക്കിയപ്പം ഞങ്ങളുടെ കൂടെ വന്ന കുട്ടികളാരും അങ്ങനെ വിഷമമൊന്നുമില്ല. ഞാൻ കരുതി എനിക്ക് മാത്രമായിരിക്കും എക്സാം ഭയങ്കര ടഫ് എന്നൊക്കെ കരുതി. അപ്പോൾ തന്നെ ഡാനി സാർ ഫോൺ വിളിച്ചു, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. സാറിനോട് പറഞ്ഞു ഇതുപോലെ എക്സാം ഭയങ്കര ടഫായിരുന്നു, എഴുതി കഴിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. സാറ് പറഞ്ഞു ആദ്യത്തെ ഒരു റൗണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു. അപ്പോൾ തൊട്ട് സാറ് ആ പറഞ്ഞ ഒരു വേർഡായിരുന്നു ആ സമയം അങ്ങ് തളർന്നു പോകാതെ നമ്മളെ പിടിച്ചു നിർത്തിയത്. ആശംസ മിസ് വിളിച്ചു, ടീച്ചറിനോട് ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞു. വീട്ടിലെത്തിയിട്ടും ഒരുപാട് കരച്ചിലായിരുന്നു, എക്സാം വന്നാണ്ട് എഴുതാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ മനസ്സൊക്കെ ഓക്കെ ആക്കി കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 582 ആയിരുന്നു മാർക്ക് വന്നത്. പിന്നെ കിട്ടും, എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടും എന്ന് ആലോചിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നെ റിസൾട്ട് വന്നപ്പോൾ മാർക്ക് ചേഞ്ചസ് ഒക്കെ വന്നു, 570 ആയി. എങ്കിലും എനിക്ക് ആഗ്രഹിച്ച ഒരു കോളേജിൽ ഞാൻ അന്ന് ഡ്രീം കണ്ടിരുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജ് എന്ന് പറയുന്ന ഒരു സ്വപ്നമായിട്ടായിരുന്നു ഞാൻ പാലയിലേക്ക് പോയതെങ്കിൽ. അവിടെ ചെന്ന് അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അവിടുത്തെ ക്ലാസ്സസ്, മാർക്സ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈവൻ എയിംസ് എന്ന് പറയുന്ന ഒരു സ്വപ്നം പോലും മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ആഗ്രഹിച്ചത് ഒരു ഗവൺമെൻറ് കോളേജ്, അതെനിക്കിപ്പോൾ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശക്തമായൊരു സ്വപ്നവും മുൻകൂട്ടി കണ്ട് അല്ലെങ്കിൽ ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് നീങ്ങിയ ആർച്ചാബിഎസിന് ഈ വർഷത്തെ ഒരു പക്ഷേ ടഫസ്റ്റ് എന്ന് പറയാവുന്ന ഒരു ടെസ്റ്റായിരുന്നു, ഒരു പരീക്ഷയായിരുന്നു നീറ്റ്. അതിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളത് അത് ഇതിനേക്കാൾ ഇരട്ടി മധുരം തരുന്ന ഒരു വലിയൊരു നേട്ടമാണ്. തുടർന്നും ഒരുപാട് വിജയങ്ങൾ, ഒരു മികച്ച ഡോക്ടറായി, ഒരു സമൂഹത്തെ കൃത്യമായി പരിപാലിക്കുന്ന സൂക്ഷിക്കുന്ന ഒരു ഡോക്ടർ ആയി വരട്ടെ. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഡോക്ടർ നമ്മുടെ സ്വത്ത്, നമ്മുടെ അഭിമാനം, നാളേക്കുള്ള നമ്മുടെ വാഗ്ദാനം
ആയി വരട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. എൻ്റെ ഒരു സ്വപ്നത്തിലേക്ക് എനിക്ക് എത്താനുള്ള കാരണം എൻ്റെ പാരൻസ്, എൻ്റെ ടീച്ചേഴ്സ്, നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട്. ബ്രില്യൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രില്യൻ്റ് ഇല്ലെങ്കിൽ എനിക്കൊരിക്കലും ഡോക്ടർ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഡോക്ടർ ആകണമെന്നുള്ള എൻ്റെ സ്വപ്നത്തിന് ചിറകുകൾ നൽകിയത് ബ്രില്യൻ്റാണ്. അപ്പോൾ ഏറ്റവും വലിയ നന്ദി ബ്രില്യൻറ്റിനോടും ഡാനി സാറിനോടും സെബാസ്റ്റ്യൻ സാറിനോടും ഒക്കെ ഉണ്ട്. എന്നെ ഞാനാക്കി മാറ്റിയത് ബ്രില്യൻ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ പാരൻസ് ചെറിയ ക്ലാസ് മുതലേ എൻ്റെ എല്ലാ സ്വപ്നത്തിനും ഒരു ഡോക്ടർ ആവണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യത്തിൽ അത് അത്ര പ്രായോഗികമല്ലായിരുന്നു എങ്കിലും എൻ്റെ സ്വപ്നം ഒന്നും വേണ്ട എന്നോ അത് ശരിയല്ലെന്നോ ഒരിക്കലും എൻ്റെ പാരൻസ് പറഞ്ഞിട്ടില്ല. ഞാൻ എന്തു പറഞ്ഞാലും അതിനൊക്കെ സപ്പോർട്ടായിട്ട് മാത്രമേ എൻ്റെ പാരൻസ് നിന്നിട്ടുള്ളൂ. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിപ്പിച്ച സൗമ്യ ടീച്ചറൊക്കെ മുതൽ ഞങ്ങൾ ബ്രില്യൻ്റ് കണ്ട ആശംസ മിസ് വരെ ഒരുപാട് അധ്യാപകരുണ്ട്. നന്ദി പറഞ്ഞാൽ തീരാത്തത്രയും നന്ദി അവരോടുണ്ട്. അതൊക്കെയായിരുന്നു എൻ്റെ ജീവിതം. എനിക്കൊരു ഡോക്ടർ ആവണമെന്നുള്ള എൻ്റെ സ്വപ്നം ഒരിക്കലും നടക്കില്ല എന്ന് പലരും പറഞ്ഞ കാര്യം എനിക്ക് നേടിയെടുക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആ സ്വപ്നം നേടിയെടുക്കാൻ ഇന്ന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ബ്രില്യൻറ്റിനോടും ഈശ്വരനോടും ഒക്കെ ഒരുപാട്. Brilliant Study Center, India's #1 coaching center for NEET and JEE.